ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു 3 കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് 1/2 kg ആയിരുന്നു. അത് ബ്ലൂബെറി ഫ്ലേവറിലായിരുന്നു കേട്ടോ. അപ്പം കസ്റ്റമർ റെഫറൻസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. റെഡിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് വൈറ്റ് ഗ്രീൻ ഈ ഒരു കോമ്പോയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പൊതുവേ ആനിവേഴ്സറിക്കൊക്കെ ഒട്ടുമിക്ക പേരും ഈ ഒരു കോംബോ തന്നെയാണ് നോക്കാറ്. ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് വേറെ ഏതെങ്കിലും ഡിസൈന് നോക്കുന്നത്. അപ്പം ഇത് നമ്മൾ ആ സ്ഥിരം ഓർഡർ പോലെ തന്നെ ഒരു റെഡ് വൈറ്റ് ഗ്രീൻ ഈ ഒരു തീമിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്മസ് ഒന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് ചെറിയൊരു പണി തന്ന കേക്കും കൂടെയാണ്. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ക്രം കോട്ട് അടിച്ചു സെറ്റ് ചെയ്തെടുത്തു. പിന്നെ അതിൽ മുകളിലായിട്ട് റെഡ് ഈ ഒരു കളർ അവർ പറഞ്ഞു തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഓവർ കളർ കൊടുക്കാതെ ജസ്റ്റ് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ക്യാമറയിൽ കാണുമ്പം നൈസായിട്ട് ബ്രൈറ്റായിട്ട് കാണിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അതും ഒന്ന് ജസ്റ്റ് ഫിനിഷ് ചെയ്തു. മുകളിലൊരു വേവ് പോലെ സെറ്റ് ചെയ്തു. അങ്ങനെ റെഫറൻസിൽ നമ്മൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള പോലെ തന്നെ സൈഡിൽ വാളിൽ ഈ ഒരു ഡിസൈന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊരു നമ്മളൊരു സ്പൂണില്ലേ അതിൻ്റെ ബാക്ക് പോർഷൻ കൊണ്ട് ജസ്റ്റ് ആ ഒരു ഭാഗം അങ്ങനെ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ആ ഒരു വോളിൻ്റെ സൈഡിൽ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലായിട്ടുള്ളതാണ് നമുക്കൊരു അബദ്ധം പറ്റിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് ഈ ഒരു ഡിസൈന് കൊടുത്തു. ശരിക്കും നമുക്ക് ആ ഒരു റൈറ്റിങ് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ഡിസൈൻ കൊടുത്താൽ മതിയായിരുന്നു. ഞാനത് നോക്കിയില്ല. എന്ത് ചെയ്തു, ആദ്യം തന്നെ പോയിട്ട് മുകളിലുള്ള ഒരു ഡെക്കറേഷൻ ചെയ്തു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ലീഫും കൊടുത്തു, എല്ലാം കൊടുത്ത് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ പറഞ്ഞു. പിന്നെ ആണ് നമ്മൾ റൈറ്റിങ് സെറ്റ് ചെയ്തത്. നമ്മൾ മുകളിൽ നിന്നായിരുന്നേ. മുകളിൽ എന്ന് പറയുമ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്നായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ്, നല്ല ചൂടുള്ളൊരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രീം നല്ല പണി തന്നു. അതോടെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി മുകളിൽ നിന്ന് എന്തായാലും ഡെക്കറേഷൻ ചെയ്യില്ല എന്നുള്ളത്. രാവിലെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ഉണ്ടാവും. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് ഒരു ഉച്ച ടൈമായിരുന്നു തോന്നുന്നു. അങ്ങനെ റൈറ്റിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് തന്നെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റായിട്ട് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. 2 ലെയറായിട്ട് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ചൂട് കാരണം ക്രീം നല്ലോണം മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം റൈറ്റിങ് അങ്ങോട്ട് സെറ്റായിട്ട് വന്നില്ല. പിന്നെ റൈറ്റ് ചെയ്തെങ്കിലും പിന്നെ അതേപോലെ തന്നെ ക്രീം ലൂസായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അതും റിമൂവ് ആക്കി. പിന്നെ എല്ലാം ചേഞ്ച് ചെയ്തു. പിന്നെ വിചാരിച്ചു വൈറ്റിൽ തന്നെ കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ വൈറ്റിൽ നൈസായിട്ട് എഴുതി പോയപ്പം കുറച്ചങ്ങ് എത്തിയപ്പം നൈസായിട്ട് ക്രീം പണി തരൽ നിർത്തിയിട്ട് സ്പേസ് പണി തരാൻ തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ് എഴുതാനുള്ള സ്പേസ് അവിടെ ഇല്ല. അങ്ങനെ പിന്നെ വേറെ നിവർത്തിയില്ല. ഒന്നാമത് നമ്മൾ ക്രീം കൊണ്ട് മുകളിൽ എഴുതിയും പോയി. അപ്പം പിന്നെ എല്ലാം മാറ്റല്ലാതെ വേറെ രക്ഷയില്ല. അങ്ങനെ നമ്മൾ മുകളിലത്തെ പോർഷൻ ആ ഒരു ക്രീം കൊണ്ടുള്ള നമ്മൾ റോസറ്റ് നോസിൽ വെച്ച് സെറ്റ് ചെയ്തത് ലീഫ് എല്ലാം നമ്മളെടുത്ത് റിമൂവ് ആക്കി. പിന്നെയും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ചെയ്തു. എന്നിട്ട് റൈറ്റിങ് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി കൊടുത്തു. അങ്ങനെ ഒരു ഫുള്ളാക്കി സെറ്റാക്കാൻ പറ്റി. അങ്ങനെ അവർ പറഞ്ഞത് 24th വെഡ്ഡിങ് ആനിവേഴ്സറി അച്ഛൻ ആൻഡ് അമ്മ എന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കി ലീഫും റോസറ്റ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ലൈക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ ദീപാവലി കസ്റ്റമറായിരുന്നേ. അങ്ങനെ നമ്മൾ അതും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പാക്കിങ്ങും കാര്യങ്ങളും ചെയ്ത് നമ്മളത് ഡെലിവറി ചെയ്തു കേട്ടോ. സെക്കൻഡ് കേക്ക് വരുന്നത് ഒരു മിനി കേക്കാണ്. കണ്ടാൽ ചിലപ്പം കുറച്ച് സൈസ് വലുതായിട്ട് തോന്നും. എങ്കിലും പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട്, അതായത് ഫ്രണ്ട്സൊക്കെ അധികം പെട്ടെന്നാണ് ഓർഡർ തരിക. അതുകൊണ്ട് ഓരോ പരീക്ഷണങ്ങളാണല്ലോ. അങ്ങനെ നമ്മൾ വേറെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ബേസ്.
അങ്ങനെ നമ്മൾ ഹാഫ് kg ബേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മിനി കേക്കാണ് കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 250 ഗ്രാം വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്രീം കോട്ടൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തില്ല. ഒന്നാമതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് ചെറുങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു കേക്ക് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ചെറുതായിട്ടൊരു ബ്ലൂവും റെഡും, അതാണല്ലോ നമ്മൾ സ്പൈഡർമാൻ്റെ തീം. അപ്പം ബ്ലൂവും റെഡിലും ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തു. വോൾ പാർട്ടാണ് ക്ലിയർ ചെയ്തത്. പിന്നെ ടോപ്പിൽ ഒന്ന് ജസ്റ്റ് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ വേറെ ഡിസൈനൊന്നും കൊടുത്തില്ല, അവിടെ ഒന്ന് പ്ലെയിൻ ആക്കിയിടാമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഡെക്കറേഷനൊക്കെ നമ്മൾ മുകളിൽ നിന്നാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രിൻ്റ് 2 പ്രിൻ്റ് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വോളിൽ ഈ ഒരു പ്രിൻ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പ്രിൻ്റ് അവിടെ നിന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ടോപ്പിലായിട്ട് ഒന്നാമത് വലിയ കേക്ക് അല്ലല്ലോ, അപ്പം വാളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ലുക്ക് ഉണ്ടാവുമെന്ന് തിരിയാത്തത് കൊണ്ട് നമ്മൾ മുകളിലാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. പിന്നെ അവർ റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ലിയോ എന്നായിരുന്നേ. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഒരു മിനി കേക്കാണ്, വൈറ്റ് ഫോറസ്റ്റിൽ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതും ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് അവർക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നമുക്ക് നൈസായിട്ട് വീഡിയോ മിസ്സായിട്ടുണ്ട്. അടുത്തത് നമുക്കുള്ള ഒരു കേക്ക് കായെണ്ണയിലേക്കായിരുന്നേ. അപ്പം ഡെലിവറി നമുക്ക് പനായിലേക്കായിരുന്നു. ഇത് വന്നത് ഒരു പനായി ഹോസ്പിറ്റലിൽ ഉള്ളൊരു കണക്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത കേക്കിൻ്റെയും ക്രീം കോട്ടൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു. ഇത് വരുന്നത് ഹാഫ് kg, എല്ലാം ഹാഫ് kg ആയിരുന്നു കേട്ടോ. ഹാഫും 250 ഗ്രാമും ആയിരുന്നു ഇന്നത്തെ വർക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പിങ്ക് ഷെയ്ഡിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് വരുന്നത് ഹാഫ് kg ബട്ടർ സ്കോച്ച് ആയിരുന്നേ. അങ്ങനെ വാവയുടെ ഡ്രസ്സ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡിലാണ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഇത് നമുക്കൊരു റെഫറൻസ് പിക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. ഞാനൊന്നാമത് അതൊരു 1 kg ഒരു വെയിറ്റ് വരുന്ന ഒരു കേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസൈനിലായിരുന്നു നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ എത്രത്തോളം അത് പെർഫെക്റ്റ് ആയി എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങളെ കണ്ടിട്ട് നോക്കിയിട്ട് പറ കേട്ടോ. അപ്പം നമ്മൾ എല്ലാം കേക്കൊന്ന് പ്ലെയിൻ ആക്കിയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്രീം കൊണ്ട് അറഞ്ചും പറഞ്ചും നമ്മൾ സെറ്റാക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് ആ ഒരു ഡിസൈനിൽ സെറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. നമ്മൾ നൂൽപുട്ടും നൂഡിൽസൊക്കെ അല്ലേ, അതുപോലെ അങ്ങനെ നമ്മൾ അത് റൗണ്ടാക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ ക്രീം കൊണ്ട് തന്നെയായിരുന്നു റോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ റോസിൻ്റെത് ക്രീം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടം കൊണ്ടാണ് ചെയ്യാറ് കേട്ടോ. ക്രീമിൽ നമ്മൾ ഒരു റോസ് കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ സെറ്റ് ചെയ്തു. അതിൽ ആ ഒരു റോസ് നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യുന്ന ഈ ഒരു നോസിലും കൂടെ ആഡ് ചെയ്തിട്ട് ക്രീം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പൈപ്പിംഗ് ബാഗിൽ അത് ആഡ് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മളുടെ കളർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ ബോട്ടം വെച്ചാണ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് അതിലുണ്ട്. അത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരുവിധം എല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യാറ്. ഫ്രഷും ആർട്ടിഫിഷ്യലുമാണ് യൂസ് ചെയ്യാറ്. ക്രീം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം നമുക്ക് നിവർത്തിയില്ല, അത് മതിയെന്ന് പറഞ്ഞപ്പം നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ടായിരുന്നു കേട്ടോ, സ്ക്വയർ. അപ്പം അതിൽ സംഭവം നൈസായിട്ട് ഫ്ലോപ്പായി. കുറേ കാലമായിട്ടോ ഞാൻ ഈ ക്രീം കൊണ്ട് റോസൊക്കെ വരച്ചിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ഫ്രോക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സൈഡിൽ. അപ്പോൾ അത് നൈസായിട്ട് ഫ്ലോപ്പായിട്ടുണ്ട്.
അപ്പം അതിൽ ചെയ്യൽ നടക്കില്ല എന്നറിയുന്നത് കൊണ്ട് നമ്മൾ പതിയെ പതിയെ ഗ്ലാസ്സിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ നമ്മൾ ഗ്ലാസ് കൊട്ടൻ എടുത്തു, അതിൽ നമ്മൾ സെറ്റാക്കി എടുത്തു. അങ്ങനെ അത് നമ്മൾ ചെയ്ത് ഫോർക്ക് കൊണ്ട് അതിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്കിലേക്ക്. അപ്പോൾ ഒരു 4 റോസായിരുന്നു സെറ്റാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 4 കോർണറിനാക്കിയിട്ട് സെറ്റാക്കി കേക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സെറ്റാക്കി കഴിഞ്ഞപ്പം ഒരു റെഫറൻസ് പിക്കിൽ നമ്മൾ താഴെ ഒരു എന്താ പറയുക റോസിൻ്റെ പെറ്റൽ പോലെ ജസ്റ്റ് സെറ്റാക്കാണ്ടായിരുന്നേ. അപ്പോൾ അതും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അവർ റൈറ്റിംഗ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ പാർവതി, അതും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ഈ 3 കേക്കിൽ നിങ്ങളെ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്തിടെ കാണാം കേട്ടോ.